Hi friends, നമസ്കാരം. ഇപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു STPയുടെ കൺട്രോൾ പാനലാണ്. ഇത് വെച്ചിട്ട് ഒരു 5 പമ്പും അതുപോലെ തന്നെ 2 എയർ ബ്ലോവറുമാണ് വർക്ക് ചെയ്യിക്കേണ്ടത്. ആദ്യം ഇതിന് ഇതുപോലൊരു ബോക്സാണ്, എൻക്ലോസറാണ് ആവശ്യം. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് വാങ്ങുന്നതാണ്. ഈ ഒരു ബോക്സിൻ്റെ സൈസ് വന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് 70 സെൻറ്റിമീറ്റർ, അതുപോലെ ഹൈറ്റ് വന്നിട്ട് 80 സെൻറ്റിമീറ്റർ ആണ്, ഡെപ്ത്ത് 20 സെൻറ്റിമീറ്റർ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ബോക്സ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് വരുമ്പോൾ കാലി ബോക്സായിട്ടായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ കേബിൾ ട്രേയും MCB ചാനലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡോറിൽ വരുന്ന കേബിൾ ട്രേ എല്ലാം ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ആ ഒരു കേബിൾ ട്രേയും MCB ചാനലും ഞാൻ റിവേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഞാൻ ഡ്രിൽ ചെയ്ത് റിവേറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഭാഗത്താണ് ഞാൻ 3 പോളിൻ്റെ MCBs സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഈ സെൻട്രലായിട്ടാണ് കോൺടാക്ടറും റിലേയും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വരുന്ന താഴ്ഭാഗത്ത് LMAX കണക്ടർ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഐസൊലേറ്റർ ഇവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പമ്പിലേക്കുള്ള ഔട്ടെല്ലാം കണക്ട് ചെയ്യുന്നത് LMAX കണക്ടറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ കോൺടാക്ടറും മറ്റ് MCBസും റിലേസും എല്ലാം സെറ്റ് ചെയ്ത് കാണിക്കും. ഞാനിവിടെ 7 3 പോളിൻ്റെ MCB സെറ്റ് ചെയ്തിട്ടുണ്ട്. 7 പമ്പിൽ ഇൻപുട്ട് സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള 7 MCB, അതുപോലെ തന്നെ 3 സിംഗിൾ പോളിൻ്റെ MCB സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ സിംഗിൾ ഫേസ് പ്രിവെൻറ്ററിന് ആവശ്യമായിട്ടുള്ള 3 ഫേസ് സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് ഈ പ്രിവെൻറ്റർ ചെക്ക് ചെയ്യാനും ഉപയോഗിക്കാം. ഓരോ MCB ആയിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്കിത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ടൈമർ 3 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അസിമെട്രിക് ഓൺ ഓഫ് എന്ന് പറയും ടൈമർ. ഇതെല്ലാം LNTയുടെ സാധനങ്ങളാണ്. MCB, സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ, ടൈമർ, കോണ്ടാക്ടർ, റിലേസ്, അതുപോലെ LMAX കണക്ടർ, ഐസൊലേറ്റർ 4 പോളിൻ്റെ 40 ആംസിൻ്റെ ഐസൊലേറ്റർ, ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പാനൽ ബോർഡിൻ്റെ വയറിംഗ് നോക്കാം. മെയിനായിട്ട് കൺട്രോൾ പാനലിൽ വരുന്നത് 2 ടൈപ്പ് വയറിംഗ് ആണ്. ഒന്ന് മെയിൻ വയറിങ്ങും അടുത്തത് വന്നിട്ട് കൺട്രോൾ വയറിങ്ങുമാണ്. ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് കൺട്രോൾ വയറിംഗ് ആണ്. അപ്പോൾ കൺട്രോൾ വയറിംഗ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫേസ് എടുക്കുന്നത് പ്രിവെൻറ്ററിൻ്റെ ഔട്ടാണ്. ഓക്കെ, പ്രിവെൻറ്ററിൻ്റെ ഈ 18 നിന്നാണ് എടുക്കുന്നത്. 15-ൽ സപ്ലൈ കൊടുക്കും, അത് ഞാൻ കൊടുത്തിട്ടില്ല, അത് കൊടുത്തിട്ട് 18 നിന്നാണ് ഔട്ട് എടുക്കുന്നത്. പ്രിവെൻറ്റർ ഓൺ ആകുമ്പോൾ ഈ 15-ൽ കൊടുത്ത സപ്ലൈ ഓണായിട്ട് 18-ൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്രിവെൻറ്റർ ഓഫ് ആണെങ്കിൽ 16-ലായിരിക്കും ഔട്ട് വരുന്നത്. അപ്പോൾ പ്രിവെൻറ്റർ ഓൺ ആവണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ RYB ഫേസ് 3 ഫേസും ഇവിടെ ഉണ്ടായിരിക്കണം. ഫേസ് ലോസ് ആയി കഴിഞ്ഞാൽ പ്രിവെൻറ്റർ ഓഫ് ആകും. അതുപോലെ ഫേസ് സീക്വൻസ് മാറിക്കഴിഞ്ഞാലും പ്രിവെൻറ്റർ ഓഫ് ആകുന്നതായിരിക്കും. ഇതൊരു പ്രൊട്ടക്ഷനാണ്, 3 ഫേസ് ഡിവൈസസിന് ഉള്ളൊരു പ്രൊട്ടക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് കൺട്രോൾ വയറിംഗ് എടുക്കുന്ന ഫേസ്. ആ ഫേസ് നേരെ വരുന്നത് നമ്മുടെ എമർജൻസി സ്റ്റോപ്പ് ബട്ടണിൻ്റെ ഒരു കണക്ഷൻ ടെർമിനലിലാണ് വരുന്നത്. ഓക്കെ, എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഫേസ് കൊടുത്തു. അതിൽ അടുത്ത് നമ്മൾ ആ ഒരു ഫേസ് എടുക്കുന്നത് ഇതിൻ്റെ ഒരു ഔട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഈ സ്റ്റോപ്പ് ബട്ടൻ്റെ ഔട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ഞാനിവിടെ കൊടുക്കാനായിട്ട് എടുത്തതാണ്. ആദ്യം ഞാൻ ഈ 2 കോണ്ടാക്ടറിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം. കൺട്രോൾ വയറിങ് ഇത് 2 പമ്പിന് യൂസ് ചെയ്യുന്ന കോണ്ടാക്ടറാണ്. ഇത് വർക്ക് ചെയ്യുന്നത് ടൈമർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 1 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു കോണ്ടാക്ടർ ഓണാവും, ഇതിൽ കൊടുത്തിരിക്കുന്ന പമ്പ് ഓണാവും. ആ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ 2ാമത്തെ കോണ്ടാക്ടർ ഓണാവുകയും ഇതിൽ കൊടുത്തിരിക്കുന്ന പമ്പ് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ 1 മണിക്കൂർ ഇത് വർക്ക് ചെയ്യും. എത്ര മണിക്കൂർ സമയം നമ്മൾ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ഉദാഹരണത്തിനാണ് 1 മണിക്കൂർ പറയുന്നത്. അതുപോലെ ആ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു പമ്പ് ഓഫ് ആവുകയും അടുത്ത ഈ പമ്പ് തിരിച്ച് ഓണാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മുടെ ഈ സ്റ്റോപ്പ് ബട്ടണിൽ നിന്ന് വരുന്ന ഫേസ് നേരെ വരുന്നത് ഈ പമ്പിന് ഫ്ലോട്ടുണ്ട്. അതുകൊണ്ട് നേരെ വരുന്ന ഫ്ലോട്ടിലായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഫ്ലോട്ട് കണക്ട് ചെയ്യാനായിട്ട് 2 LMAX വെച്ചിട്ടുണ്ട്. ഈ ഫ്ലോട്ടിൻ്റെ ഔട്ട് ഈ ഒരു ഫേസ് നമ്മൾ നേരെ കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ റോട്ടറി സ്വിച്ച്, ഈ ഒരു പമ്പിന് ഈ ഒരു കോണ്ടാക്ടറിനായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന റോട്ടറി സ്വിച്ചിൻ്റെ A2-ലാണ് ഫേസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു 2 പോൾ റോട്ടറി സ്വിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ A2-ൽ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഒരു റോട്ടറി സ്വിച്ച് ഈ കാണുന്ന പോലെ രണ്ടിലോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഈ A2-ഉം 1-ഉമായിട്ടായിരിക്കും ലിങ്ക് ആവുന്നത്. ഓക്കെ, A2-ഉം 1-ഉമായിട്ടായിരിക്കും ലിങ്ക് ആവുന്നത്. അതുപോലെ തന്നെ ഈ റോട്ടറി സ്വിച്ച് 1-ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ A1-ഉം 1-ഉമായിട്ടായിരിക്കും ലിങ്ക് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ടിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ B2-ൽ കൊടുത്തു കഴിഞ്ഞാൽ B2-ഉം ഈ 2-ഉം തമ്മിൽ ലിങ്ക് ആവും. അതുപോലെ B1-ൽ കൊടുത്തു കഴിഞ്ഞാൽ 1-ലോട്ട് തിരിക്കുന്ന സമയത്ത് B1-ഉം 2-ഉം തമ്മിൽ ലിങ്ക് ആവും. അങ്ങനെ 2 പോളാണ് ഈ ഒരു റോട്ടറി സ്വിച്ച് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ A2-ലാണ് ഫേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിലോട്ട് തിരിക്കുമ്പോൾ എനിക്ക് 1-ൽ സപ്ലൈ കിട്ടണം. മനസ്സിലായില്ലേ? ആ ഒരു 1-ൻ്റെ ഔട്ട് ഈ 1-ൽ നിന്ന് വരുന്ന ഈ വയർ ഞാൻ നേരെ കൊടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റിന് താഴെ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു റിലേയിലെ 95-ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 95-ൽ 96 ഔട്ട് എടുത്തിട്ടുണ്ട്. ആ 96-ൻ്റെ ഔട്ട് ഞാൻ നേരെ കൊടുത്തിരിക്കുന്നത് കോൺടാക്റ്റിൻ്റെ കോയിൽ സപ്ലൈയിൽ A1-ലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു A1-ൽ നിന്ന് ഞാൻ ലൂപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു കോൺടാക്റ്റിൻ്റെ 13-ലും കൊടുത്തിട്ടുണ്ട്. കാരണം 13-ൻ്റെ ഈ 14 ഔട്ടാണ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, ഗ്രീൻ ഇൻഡിക്കേറ്ററിന് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഡോറിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ഇൻഡിക്കേറ്ററിന് കണക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഈ A2 എന്ന് പറയുന്നത് കോൺടാക്റ്റിൻ്റെ A2-ൽ ഞാൻ ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെ A2 ന്യൂട്രൽ ഞാൻ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ A1-ലാണ് ഫേസ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ റോട്ടറി സ്വിച്ച് 2-ലോട്ട് തിരിക്കുന്ന സമയത്ത് ഫേസ് 1-ൽ വരികയും നമ്മുടെ കോൺടാക്ടർ ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, ഇതിപ്പം നമുക്ക് മാനുവലി, ഞാനിപ്പോൾ ഇത് പമ്പ് മാനുവലി ഓൺ ചെയ്യാനായിട്ടാണ് 2 ഉപയോഗിക്കുന്നത്. 2 ഓണായി കഴിഞ്ഞാൽ നമ്മുടെ പമ്പ് നമുക്ക് മാനുവലി ഓൺ ചെയ്യാം. അതേസമയം ഓട്ടോമാറ്റിക്കായിട്ട് ടൈമറിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ റോട്ടറി സ്വിച്ച് 1-ലോട്ടാണ് തിരിക്കുന്നത്. 1-ലോട്ട് തിരിക്കുമ്പോൾ ഈ A1-ഉം ഞാൻ പറഞ്ഞു, A1-ഉം 1-ഉം തമ്മിലായിരിക്കും ലിങ്ക് ആവണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈമറാണ് ഞാൻ ആ ഒരു സെറ്റിന് കൊടുത്തിരിക്കുന്നത്, ആ 2 കോൺടാക്റ്റിന് കൊടുത്തിരിക്കുന്ന ടൈമർ. ഓക്കെ, ഇവിടെ ഒരു A1 കാണാൻ തോന്നുന്നു. A1, ഈ ഒരു A1-ൽ നമുക്കൊരു ഫേസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫേസ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ റോട്ടറി സ്വിച്ചിൻ്റെ 2-ൽ നിന്നാണ്. 1-ലോട്ട് തിരിക്കുമ്പോൾ ആ ഒരു ഫേസ് നമുക്ക് ടൈമറിന് ആവശ്യമുള്ള ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ A2-ൽ നിന്ന് ഫേസ് ലൂപ്പ് ചെയ്തിട്ട് B1-ൽ കൊടുത്തത്. കാരണം നമ്മുടെ റോട്ടറി സ്വിച്ച് 1-ലോട്ട് തിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു B1-ൽ കൊടുത്തിരുന്ന ഫേസ് 2-ൽ വരികയും അത് നേരെ നമ്മുടെ ടൈമറിൻ്റെ A1-ൽ വരികയും ടൈമർ ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, അതേസമയം തന്നെ ടൈമറിന് താഴെ A2 ഉണ്ട്. A2-ൽ ഞാൻ ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ 25, 26, 28 ഒരു സ്വിച്ചാണ്. ഞാനിവിടെ ഇപ്പോൾ 15-ലാണ് ഫേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് വർക്ക് ചെയ്യാൻ ഒരു ഫേസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ A2-ൽ നിന്ന് ഒരു ഫേസ് ലൂപ്പ് ചെയ്തിട്ട് 15-ൽ കൊടുത്തിട്ടുണ്ട്. ടൈമർ ഓൺ ആവുന്ന സമയം നമ്മുടെ ആദ്യം 18-ലായിരിക്കും സപ്ലൈ വരുന്നത്. 1 മണിക്കൂർ 18-ൽ സപ്ലൈ ഉണ്ടാവും. ഞാനിപ്പോൾ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ ആ 18-ൽ സപ്ലൈ ഉണ്ടാവും. ഓക്കെ, ആ അടുത്ത് ഓഫായി കഴിയുമ്പോഴേക്കും അടുത്ത് 16-ലായിരിക്കും സപ്ലൈ വരുന്നത്. അതുപോലെ തന്നെ 16-ലും 1 മണിക്കൂർ സപ്ലൈ ഉണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ 18-ൻ്റെ കണക്ഷൻ എടുത്തിട്ട് നേരെ ഈ റോട്ടർ സ്വിച്ചിൻ്റെ A1-ൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1-ലോട്ട് ഇടുമ്പോൾ നമുക്ക് ലിങ്ക് ആവുന്നത് A1-ഉം 1-ഉം തമ്മിലും അതുപോലെ B1-ഉം 2-ഉം തമ്മിലായിരിക്കും റോട്ടർ സ്വിച്ച് 1-ലോട്ട് ഓൺ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ 1-ലോട്ട് ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ B1-ൽ നിന്ന് 2 വഴി ടൈമറിൻ്റെ സപ്ലൈ ഓൺ ആവുകയും അതുപോലെ തന്നെ ടൈമറിൻ്റെ ഔട്ട് A1-ൽ വന്നിട്ട് അത് A1 വഴി നേരെ നമ്മുടെ കോൺടാക്ടർ ഓൺ ആവുകയും ചെയ്യും. അതേസമയം സപ്ലൈ 18-ൽ നിന്ന് 16-ൽ പോകുന്ന സമയത്ത് ഈ ഒരു ടൈമറിലെ 16-ൽ നിന്ന് നേരെ സപ്ലൈ നമ്മുടെ രണ്ടാമത്തെ കോൺടാക്ടറിൻ്റെ റോട്ടറി സ്വിച്ച്, അത് ഞാൻ ഇതിൻ്റെ താഴെയാണ് വെച്ചേക്കുന്നത്, അതിൻ്റെ A1-ൽ വരും. അപ്പോൾ ഈ റോട്ടറി സ്വിച്ചും 1-ലായിരിക്കണം ഇട്ടിരിക്കേണ്ടത്. ഓട്ടോയിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ 2 സ്വിച്ചും എപ്പോഴും 1-ലായിരിക്കണം കിടക്കേണ്ടത്. ഇതും 1 ഓൾറെഡി ഓൺ ആയതുകൊണ്ട് തന്നെ A1-ൽ വരുന്ന സപ്ലൈ ഈ 1 വഴി നേരെ നമ്മുടെ സെക്കൻഡ് കോൺടാക്ടറിൽ റിലേ വഴി സെക്കൻഡ് കോൺടാക്ടറിൽ A1-ലെത്തി ഈ കോൺടാക്ടർ ഓൺ ആവുകയും രണ്ടാമത്തെ പമ്പ് വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ A2-ൽ ഫേസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മേളത്തെ സ്വിച്ചിൽ കൊടുത്ത A2-ൽ തന്നെയാണ് ലൂപ്പ് ചെയ്തിട്ട് ഈ ഒരു താഴത്തെ സ്വിച്ചിന് A2-ൽ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കോൺടാക്ടർ മാനുവലി ഓൺ ചെയ്യിക്കണമെങ്കിൽ 2-ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ A2-ലെ സപ്ലൈ 1-ൽ വരികയും ഈ സെക്കൻഡ് കോൺടാക്ടർ ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺട്രോൾ വയറിങ്ങിൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കോൺടാക്ടറിൽ നിന്ന്
ഈ 14 ഔട്ട് ഞാൻ പറഞ്ഞു ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടാണ് 13, 14 ഉപയോഗിക്കുന്നത്. 13 ഫേസ് കൊടുത്ത് 14 കോൺടാക്റ്റ് ഓൺ ആവുന്ന സമയത്ത് ഔട്ട് വരെയും അത് നമ്മൾ രണ്ടാമത്തെ കോൺടാക്റ്റിൻ്റെ ഇൻഡിക്കേറ്ററിൽ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഫസ്റ്റിലത്തെ കോൺടാക്റ്റിൻ്റെ ആ ഒരു 13 സപ്ലൈ 14 എടുത്ത് നേരെ ഇൻഡിക്കേറ്ററിൽ കൊടുക്കുകയും ചെയ്യും. ആ കോൺടാക്റ്റ് ഓൺ ആവുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ ഒരു ഇൻഡിക്കേറ്ററും ഓൺ ആവും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി ഈ കൺട്രോൾ വയറിംഗ് എല്ലാം ഫുള്ളൊന്ന് ചെയ്ത് തീർത്തിട്ട് കാണിക്കാം. അങ്ങനെ കൺട്രോൾ വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കാണാം. ഞാൻ ഇതിൻ്റെ കൺട്രോൾ വയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ മെയിൻ വയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വരുന്നതിൽ ഈ ലാസ്റ്റിലത്തെ ഒരു പമ്പ് മാത്രം ഓട്ടോയിലല്ല വർക്ക് ചെയ്തത്, അത് മാനുവലി മാത്രമേ വർക്ക് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അതിൽ ഫ്ലോട്ടോ ടൈമറോ മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല. അടുത്ത് വരുന്ന 2 എണ്ണം എയർ ബ്ലോവറിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിലും ഫ്ലോട്ടിൻ്റെ കണക്ഷനില്ല. ബാക്കി 2 സെറ്റ് വാട്ടർ പമ്പിൻ്റേതാണ്, അത് രണ്ടിനും ഫ്ലോട്ട് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ബ്ലോവറിൻ്റെ ഇതിൽ ഇവിടെ ഈ പുഷ് ബട്ടണിൽ നിന്ന് ഡയറക്റ്റ് ഫേസ് എടുത്തിട്ടാണ് വയറിങ് ചെയ്തിരിക്കുന്നത്, ഫ്ലോട്ടിൻ്റെ ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പമ്പ് മാനുവലി മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, അതിനും ഇതിൽ നിന്ന് തന്നെ ഫേസ് എടുത്തിട്ടാണ് വയർ ചെയ്തേക്കുന്നത്, ഫ്ലോട്ടിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മെയിൻ വയറിങ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മെയിൻ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ വയറിങ് ഈസിയാണ്. മെയിൻ വയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പമ്പിനും ഓരോ MCB വെച്ചിട്ടുണ്ട്. ആ ഓരോ MCBയിൽ നിന്നും RYB ലൂപ്പ് ചെയ്ത് നേരെ കോൺടാക്റ്റിൻ്റെ 3 കോൺടാക്റ്റിൽ കൊടുക്കുക, L1, L2, L3 കൊടുക്കുക. അവിടെ നിന്ന് നേരെ റിലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിലേയിൽ നിന്ന് L1, L2, L3 എടുത്തിട്ട് നേരെ നമ്മുടെ LMAX കണക്റ്റിൽ RYB ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് പമ്പ് കണക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോൺടാക്ടർ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് സപ്ലൈ നേരെ ഇതുവഴി LMAX കണക്ടർ വഴി പമ്പിലെത്തുകയും പമ്പ് ഓൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ MCBയിൽ നിന്നും കോൺടാക്റ്റിലേക്ക് RYB ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മെയിൻ വയറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കൺട്രോൾ പാനൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ ബാക്കി സംശയങ്ങൾ കമൻറ്റ് വഴി പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.